വൈവിധ്യവൽക്കരണത്തിലൂടെ കേരള ദിനേശ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള യജ്ഞത്തിലാണെന്ന് ചെയർമാൻ എം.കെ. ദിനേശ് ബാബു. നിലവിലുള്ള പ്രവർത്തന മേഖലകൾ കൂടുതൽ സജീവമാക്കുന്നതിനൊപ്പം പുതിയ തൊഴിൽ മേഖല കണ്ടെത്താൻ യുവജനങ്ങളെ പ്രാപ്തരാക്കാനുള്ള പരിശീലനവും ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മെയ്ത്ത് പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ ദിനേശിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയ്ക്കൊപ്പം വൈവിധ്യവൽക്കരണത്തിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനായി നിലവിലുള്ള ദിനേശ് ഫുഡ്സ്, ദിനേശ് അംബ്രല, അപ്പാരൽസ്, ഓഡിറ്റോറിയം, സൂപ്പർ മാർക്കറ്റുകൾ, ഹോട്ടലുകൾ എന്നിവ കൂടുതൽ സജീവമാക്കും. ഇതിനൊപ്പം പുതിയ തൊഴിൽ മേഖല കണ്ടെത്താൻ യുവജനങ്ങളെ പ്രാപ്തരാക്കാനുള്ള പരിശീലനവും ആരംഭിച്ചതായി തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ ദിനേശ് ചെയർമാൻ എം.കെ. ദിനേശ് ബാബു പറഞ്ഞു. വന്യമൃഗങ്ങൾ നാടുകളിലേക്ക് ഇറങ്ങി വന്ന് ഏറ്റവും അടുത്ത ആറളത്ത് അടക്കം നമുക്കറിയാം. ഭീകരമായ ഒരവസ്ഥയായിരുന്നു. ആളുകളെ കൊല്ലുക, നമ്മുടെ വളർത്തുമൃഗങ്ങളെ കൊല്ലുക, അവരെ അത് ഭക്ഷിക്കുക, ആന വന്നിട്ട് കൃഷി നശിപ്പിക്കുക, ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണണമെന്ന് കേരള ദിനേശ് ആലോചിക്കുകയും ഞങ്ങൾ AI ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ AI യുഗമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്യാമറ ഉണ്ടാക്കി, സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഗവൺമെന്റിലേക്ക് ഒരു പ്രപ്പോസൽ കൊടുത്ത് അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ മാസം നമ്മുടെ വനംവകുപ്പ് മന്ത്രി വയനാട്ടിൽ വെച്ച് നിർവഹിക്കുന്നത്, കോഴിക്കോട് വെച്ച് നിർവഹിക്കുന്നത്. ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആനകളും പുലികളും സിംഹങ്ങളും എല്ലാം പുറത്തിറങ്ങുമ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അലേർട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം. ആന പുറത്തിറങ്ങുമ്പോൾ കൃത്യമായിട്ട് അലേർട്ട് വരും, ആളുകൾക്ക് അലേർട്ട് കൊടുക്കും. ഒരു 3 കിലോമീറ്റർ ദൂരത്തേക്ക് അലേർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അലേർട്ട് വരും, ഇത് ആന പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഞങ്ങൾ തയ്യാറാക്കി. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗ സംഘർഷം ലഘൂകരിക്കാൻ പാലക്കാട്, വയനാട് ജില്ലകളിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ആധുനിക നിരീക്ഷണ സംവിധാനം ദിനേശ് IT വിങ്ങിന്റെ നേതൃത്വത്തിൽ പ്രവർത്തന സജ്ജമാക്കി കഴിഞ്ഞു. വൈൽഡ് വാച്ച് എന്ന സിസ്റ്റത്തിലൂടെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതിന് മുൻപ് വിവരം വനം വകുപ്പിന് ലഭിക്കുകയും ജനങ്ങൾക്കും വിവരം ലഭ്യമാക്കുകയും ചെയ്യും. ഉൾക്കാടുകളിലൂടെയുള്ള വന്യമൃഗ സഞ്ചാരവും ഇതുവഴി കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് സംസ്ഥാനതല വനിതാ വടംവലി മത്സരത്തിൽ സമ്മാനാർഹമായ ടീമിൽ മത്സരിച്ച പ്രസ് ഫോറം അംഗം ബബിഷ ബാബുവിന് ചെയർമാൻ പ്രസ് ഫോറത്തിന്റെ ഉപഹാരം കൈമാറി. സെക്രട്ടറി അനീഷ് പാതിരിയാട്, ട്രഷറർ N. സിറാജുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.